ഹായ് ഫ്രണ്ട്സ്, യൂട്യൂബ് ഇപ്പോൾ പുതിയൊരു ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫീച്ചർ എന്താണെന്ന് ഞാൻ പറയാം. ഇത് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ച് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ സാധാരണ DVD, ബ്ലൂറേ ഒക്കെ കാണുമ്പോൾ അതിനകത്ത് ചാപ്റ്റർ മെനു എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചാപ്റ്ററിലേക്ക് പോകാം. ആ വീഡിയോയുടെ ഇടയ്ക്കുള്ള ആ ഭാഗങ്ങൾ നമുക്ക് കാണാം. ആ ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം. അങ്ങനെ യൂട്യൂബിലും ഇപ്പോൾ ചാപ്റ്റർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് നമ്മുടെ വീഡിയോയ്ക്ക് സെറ്റ് ചെയ്യണമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. ചാപ്റ്റർ മാർക്ക് സെറ്റ് ചെയ്യാൻ ആദ്യം നമ്മുടെ ചാനൽ സൈൻ ഇൻ ചെയ്തതിന് ശേഷം യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോവുക. സ്റ്റുഡിയോയിലെ വീഡിയോ ടാബിൽ പോയതിന് ശേഷം ചാപ്റ്റർ മാർക്ക് സെറ്റ് ചെയ്യേണ്ട വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഡീറ്റെയിൽസിൽ ബേസിക് സെറ്റിങ്സിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ആണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്. ചാപ്റ്റർ മാർക്ക് സെറ്റ് ചെയ്യുന്നതിന് ആദ്യമായി 00 എന്ന ടൈം കോഡ് ടൈപ്പ് ചെയ്ത് ചേർക്കുക. ശ്രദ്ധിക്കുക, വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ 0:00 എന്ന് തന്നെ ചേർക്കുക. ചാപ്റ്റർ സെറ്റ് ചെയ്യാൻ ഇത് മാൻഡേറ്ററി ആണ്. അതിനുശേഷം സ്പേസ് ഇട്ട് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് എൻ്റർ ചെയ്യുക. ഉദാഹരണമായി ഞാനിവിടെ ഇൻട്രോ എന്ന് കൊടുത്തിരിക്കുന്നു. നമ്മുടെ വീഡിയോ മറ്റൊരു ടാബിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അടുത്ത ചാപ്റ്റർ മാർക്ക് എവിടെയാണ് വരുന്നത് എന്ന ടൈം കോഡ് നോട്ട് ചെയ്തെടുക്കുക. ആ ടൈം കോഡ് അടുത്ത ലൈനായി രേഖപ്പെടുത്തി സ്പേസ് ഇട്ടതിന് ശേഷം ചാപ്റ്റർ നെയിം എൻ്റർ ചെയ്യുക. അങ്ങനെ നമുക്ക് ചാപ്റ്റർ മാർക്ക് വേണ്ട ടൈം കോഡുകളെല്ലാം ഇതേ രീതിയിൽ രേഖപ്പെടുത്തുക. ഇങ്ങനെ ചാപ്റ്റർ സെറ്റ് ചെയ്യുന്നതിന് ഒരു വീഡിയോയിൽ മിനിമം 3 ചാപ്റ്റർ മാർക്കെങ്കിലും വേണം എന്ന കാര്യം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ രീതിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് ആവശ്യമായ ചാപ്റ്റർ മാർക്കുകളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വരുത്തിയ ചേഞ്ചസ് സേവ് ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം യൂട്യൂബിൽ കയറി നമ്മുടെ വീഡിയോ പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വീഡിയോയുടെ അടിയിലുള്ള സ്ക്രോൾ ബാർ പല കഷ്ണങ്ങളായി ഡിവൈഡ് ചെയ്തിരിക്കുന്നതായി കാണാം. ഇതൊക്കെ ഓരോ ചാപ്റ്റേഴ്സാണ്. നമ്മുടെ മൗസ് പോയിൻ്റർ അതിൽ ഓടിച്ചാൽ നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ പേര് അവിടെ കാണാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിലുള്ള ടൈമിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോ ആ ടൈമിലേക്ക് സ്കിപ്പായി നമുക്ക് ആ ചാപ്റ്റർ മുതൽ വീഡിയോ കാണാനും സാധിക്കും. ഇത്തരത്തിൽ ജിഗാ ഫൈബറിൻ്റെ റിവ്യൂ വീഡിയോയിൽ നമ്മൾ ചാപ്റ്റർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്കും നിങ്ങളുടെ വീഡിയോസിൽ ചാപ്റ്റർ സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണണമെങ്കിൽ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.